صلى على محمد صلى الله عليه وسلم صلى على محمد صلى الله عليه وسلم. കണ്ണീർ പൊഴിക്കാറുണ്ടോ നമ്മുടെ മാതാപിതാക്കളുണ്ടാക്കാട്ടിൽ, നമ്മുടെ ബന്ധു കുടുംബങ്ങളുണ്ടതിൽ. വാപ്പാനെയൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ ഓർക്കണം, ഒറ്റക്കിരിക്കുന്ന സമയത്ത് വാപ്പാനൊക്കെ ഇങ്ങനെ ഓർക്കണം. എന്റെ വാപ്പ ചെറുപ്രായത്തിൽ പണി കഴിഞ്ഞു വരുമ്പോ കയ്യിലൊക്കെ കിറ്റും പിടിച്ചുകൊണ്ട് വന്ന വാപ്പ, ഇരു കവളത്തും ഉമ്മൻ തന്ന വാപ്പ എവിടെയാ? എന്തെങ്കിലും ഒരു പ്രയാസമുണ്ട്, ഒരു രാത്രി അല്പം വൈകി വന്നാൽ ഉറങ്ങാതെ കാത്തിരിക്കുന്ന എന്റെ ഉമ്മയുണ്ടായിരുന്നല്ലോ, എവിടെയാ? ഇടക്കൊക്കെ ഒന്ന് ചിന്തിക്കണ്ടേ? അങ്ങനെ ചിന്തിക്കുന്നവർക്കാണ് ദുനിയാവിൽ അവരെ മക്കളെ കൊണ്ട് ഗുണം കിട്ടുന്നത്. അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. അങ്ങനെ ഉമ്മാനെയും വാപ്പാടെയും കബറിന്റെ അടുത്ത് പോയവർക്ക് മാത്രമേ തിരിച്ചതുപോലുള്ള സ്നേഹവും പരിഗണനയും ജീവിതത്തിലും മരണാനന്തരം കിട്ടുള്ളൂ. മഹാനായ ഉസ്താദ് പറഞ്ഞൊരു വരി, മാതാപിതാക്കൾക്ക് എപ്പോഴും ഗുണം ചെയ്യണേ, റബ്ബിന്റെ കൽപ്പനയാണിതെന്നു നീ ഓർക്കണേ. വന്ദിക്കലാമാ മാതാപിതാക്കളെ വേണ്ടത്, ദീർഘായുസാണത് കാരണം ലഭിക്കുന്നത്. ചെറുപ്പക്കാരിൽ വയസ്സെത്താതെ മരിക്കുന്നവരെ നിങ്ങൾ നോക്കിക്കോ. ചെറുപ്രായത്തിൽ ക്യാൻസറും മാരകമായ അസുഖങ്ങൾ വരുന്നവരിൽ നല്ലൊരു ശതമാനവും ഉമ്മാനെയും വാപ്പാനെ ഇടങ്ങേറാക്കുന്നവരായിരിക്കും. അള്ളാഹു നമ്മളെ കാക്കട്ടെ. പരിശോധിച്ചു, ചെറുപ്രായത്തിൽ തന്നെ ക്യാൻസർ മാരകമായ, എല്ലാരും കാര്യമല്ല, രണ്ട് രൂപത്തിൽ പരിശ്രമം വരും. ഇദാ കസറത്തു ദുനൂബിൽ അബ്ദി വബ്തലാഹു അല്ലാഹു ബിഹമ്മിൽ അയാൽ. തോന്നിവാസങ്ങൾ ചെയ്ത് അല്ലാഹനെ ഭയക്കാതെ തോന്നിവാസത്തിൽ ജീവിക്കുമ്പോൾ വബ്തലാഹു അല്ലാഹു ബിഹമ്മിൽ അയാൽ, അല്ലാഹു മക്കൾക്ക് രോഗം കൊടുത്ത് പ്രയാസം കൊടുത്ത് അല്ലാഹു അവനെ പരുവത്തിലാക്കി കളയുമെന്ന് ആദരവായ നബിയുനാ മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഉമ്മാനെയും മാപ്പാനെയും നോക്കിയവർക്ക് രണ്ട് കാര്യമാണ് ദുനിയായിൽ കിട്ടുക. രണ്ട് കാര്യം പഠിച്ചു വെച്ചോ. വന്നിക്കല മാതാപിതാക്കളെ വേണ്ടത്, ദീർഘായുസാണത് കാരണം ലഭിക്കുന്നത്. നൽകുന്നതാണൊരു കുഞ്ഞിനെയും അവനു ഞാൻ. ഒരു കുഞ്ഞിനെ കൂടെ അല്ലാഹു തആല അവന് കൊടുക്കും. എന്തിനു വേണ്ടിയാ? അവൻ പ്രായമാകുന്ന സമയത്ത് ബുദ്ധിമുട്ടുമ്പോ പ്രയാസപ്പെടുമ്പോ ഹോസ്പിറ്റലിൽ ഐസിയുവിൽ ഓക്സിജൻ വെച്ച് ഇങ്ങനെ കിടക്കുമ്പോൾ അതിന്റെ വാതുക്കെ ഇരുന്നിട്ട് നാട്ടിലുള്ള സകല മുലിയാമാരെ വിളിച്ചിട്ട് പറയും, വാപ്പാക്ക് തീരെ വയ്യ, ദുആരക്കണം, എന്റെ വാപ്പാക്ക് വേണ്ടി ദുആരക്കണമെന്ന് മനം പൊട്ടി ദുആ ചെയ്യും. നിന്ദിച്ചവർക്ക് ഇതിനൊക്കെയും അക്സാണ്. മനമാപ്പാനെ നിന്ദിച്ചവർക്ക് നേരെ എതിരാണ്. വയസ്സും ചുരുങ്ങും മക്കളും എതിരാണ്. മാനമാപ്പാനെ ഇടങ്ങേറാക്കിയവന്റെ വയസ്സ് അള്ളാഹ് ചുരുക്കിക്കളയും. ചെറുപ്പത്തിൽ തന്നെ രോഗങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കൊടുത്ത് അള്ളാഹ് അവനെ ഇടങ്ങേറാക്കി കളയും. എന്നിട്ടോ മക്കളും എതിരാണ്. അവന്റെ മക്കളെ കൊണ്ട് അവൻ ഇടങ്ങേറായി പോകും. സ്റ്റേഷനിൽ നിന്ന്, കോടതി വരാന്തയിൽ നിന്ന് വാപ്പാക്ക് ഇറങ്ങാൻ സമയം ഉണ്ടാവില്ല. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. നമ്മുടെ യൂസുഫ് അലി സാഹിബിന്റെ ഒക്കെ ജീവിതം നോക്ക്. MA യൂസുഫ് അലി, എന്താണ് ആ മനുഷ്യന്റെ ജീവിതത്തിന്റെ വിജയരഹസ്യം? ഈ അടുത്തൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞു, ഉമ്മാനെ വാപ്പാനെ കൈവെള്ളയെ കൊണ്ട് നടന്ന ആളാണ്. ഇവിടെ നമ്മുടെ മുജീബ് സാഹിബ്, ഞാൻ ഭക്ഷണം കഴിക്കാൻ പോയ വീട്ടിലെ മുജീബ് സാഹിബ് വാപ്പാനെ, ഈ തീരദേശത്തുള്ള ആളുകളെ സംബന്ധിച്ച് ആളുകൾക്ക് ഒരു വിചാരമുണ്ട്, ഒരു തീരെ കഥയില്ലാത്തവരും വിവരമില്ലാത്തവരും. പൊതുവെ അങ്ങനെ ഉണ്ട്. ഞാൻ തീരദേശവാസിയാ. എന്റെ വീടും മുജീബിക്കാരുടെ വീടും തമ്മിലുള്ള വ്യത്യാസമല്ല കടപ്പുറത്ത്. ഞാൻ കടപ്പുറംകാരനാന്നൊക്കെ പറയുമ്പോൾ ആളുകളുടെ മുഖം ഇങ്ങനെ ചുളിയാറുണ്ട്. നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം തീരദേശക്കാരെന്ന് പറഞ്ഞാൽ മുക്കുവന്മാരെന്ന് പറഞ്ഞാൽ അവർക്ക് ദുനിയാവുമായിട്ടൊരു ബന്ധമില്ല എന്നാ. ആ മുജീബ് സാഹിബ് വാപ്പാനെങ്കില് കൈ പിടിച്ചുകൊണ്ട് വരുന്ന കണ്ടിട്ട് പടച്ച റബ്ബിനാണ് ഒരു മുയിലിയാരായ
എന്റെ മനസ്സ് തകർന്നു പോയി. അള്ളാഹു ആഫിയത്തും ആരോഗ്യമൊക്കെ കൊടുക്കുമാറാകട്ടെ, ആഫിയത്തും ആരോഗ്യമൊക്കെ കൊടുക്കുമാറാകട്ടെ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു ശ്രദ്ധേയമായ ഒരു വാക്കുണ്ട്, ഏറ്റവും ദുനിയാവിൽ ഭാഗ്യവാൻ പ്രായം ചെന്ന ഉമ്മാനെയും വാപ്പാനെയും കയ്യിൽ കിട്ടിയിട്ട് അത് പരിഗണിക്കാൻ കഴിഞ്ഞവനാണ് ദുനിയാവിൽ ഏറ്റവും വലിയ ഭാഗ്യവനെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ. പ്രായമുള്ള ഉമ്മാനെ വാപ്പാനെ ഖിദ്മത്ത് ചെയ്തവൻ ഇഹവും പരവും വിജയിക്കും. നിന്ദിച്ചവരക്ക് അതുപോലെ തന്നെ ദുനിയാവിൽ നിന്ദിച്ച് നാണം കെട്ട് നാറിയട്ടെ ഈ ദുനിയാവിൽ നിന്ന് പോകുള്ളൂന്ന് യാഥാർത്ഥ്യമാണ്. അള്ളാഹു നമ്മളെയൊക്കെ ഈമാനുള്ളവരായി ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ.